പ്രധാന ദേശീയ വാർത്തകൾ. പെട്രോൾ ഡീസൽ വില കുറച്ചു. പെട്രോൾ ലിറ്ററിന് 2 രൂപ 45 പൈസയും ഡീസൽ ലിറ്ററിന് 2 രൂപ 25 പൈസയും കുറയും. നടപടി രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന്. മോദി സ്തുതിയിൽ തരൂരിനെ തള്ളി കോൺഗ്രസ്. കോൺഗ്രസുകാരന് മോദിയെ സ്തുതിക്കാനാവില്ലെന്ന് PC ചാക്കോ. വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് തരൂരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് AK ആന്റണി. സുനന്ദ പുഷ്കർ കേസിൽ തരൂരിനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ്. ശശി തരൂരുമായി ബന്ധപ്പെടുത്തിയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് യുവ എഴുത്തുകാരി കാതറിൻ എബ്രഹാം. ശ്രീറാം സേനയെ ഗോവ വീണ്ടും നിരോധിച്ചു. നിരോധനം 60 ദിവസത്തേക്ക്. പ്രമോദ് മുത്തലിക്കും അനുയായികളും പ്രവേശിക്കുന്നതിനും വിലക്ക്. ഗുർമീത് റാം റഹീം സിംഗിന്റെ വിവാദ ചിത്രം മെസഞ്ചർ ഓഫ് ഗോഡ് പ്രദർശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം. പഞ്ചാബിലും ഹരിയാനയിലും സിഖ് അനുകൂലികളുടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഗുർമീത് റാം റഹീം സിംഗ്. കേന്ദ്ര ചലച്ചിത്ര സെൻസർ ബോർഡ് അധ്യക്ഷയടക്കം 2 പേർ രാജിവെച്ചു. ദേശീയ ഗെയിംസ് നിശ്ചിത സമയത്ത് തന്നെ നടക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ഒരുക്കങ്ങളിൽ സാങ്കേതിക സമിതിക്ക് തൃപ്തി. ഭൂരിഭാഗം വേദികളും മത്സരയോഗ്യമെന്നും IOA. IPL കോഴ വിവാദത്തിൽ ശ്രീശാന്തിനെതിരെ തെളിവുണ്ടോ എന്ന് കോടതി. പരാമർശത്തിൽ സന്തോഷമെന്ന് ശ്രീശാന്ത് ഇന്ത്യ വിഷനോട്.